മാഗസൈൻ്റെ ഇവന്റിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനായിട്ട് യൂജൻ രാവിലെ ബോറെ വിളിക്കും. അന്നേരമാണ് അവൾ എഴുന്നേൽക്കുന്നത്. ഫോൺ വെച്ച് കഴിയുമ്പോഴാണ് തലേദിവസം നടന്ന സംഭവങ്ങളൊക്കെ അവൾ പിന്നെയും ഓർക്കുന്നത്. ഗാർബേജ് വാനിന്റെ അകത്തേക്ക് രണ്ടുപേരും കയറാൻ പോയതും അവരെ ഇറക്കി വിട്ടതും ജുവാന്റെ അടുത്ത് അവൾ പറഞ്ഞ കാര്യങ്ങളും ജുവാൻ പറഞ്ഞ കാര്യങ്ങളും ഇവൾ അതിനുശേഷം വൊമിറ്റ് ചെയ്തപ്പോൾ ജുവാൻ ഹെൽപ്പ് ചെയ്തതും എല്ലാം ഇവൾ ഓർക്കും. സാങ്കിൻ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാവരും പഴയപടി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ അവന് ദേഷ്യം വരും. ഞാനൊരു പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പോലും നിങ്ങൾക്ക് ഇല്ലായിരുന്നു. അത് കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അത് എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണ്ടേ. ഇതിപ്പോൾ അതെന്തെങ്കിലും ഉണ്ടായോ? ഇന്നലെ ഞാൻ മാറ്റി, നിങ്ങൾ ഇത് തിരിച്ച് അതുപോലെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മാറ്റിയിട്ടുണ്ട്. ഇത് എത്ര നേരം അങ്ങനെ ഉണ്ടായിരുന്നു? ഞാനാണോ ഇവിടുത്തെ CEO? നിങ്ങളാണോ? ഞാൻ തന്ന സ്വാതന്ത്ര്യം നിങ്ങൾ മിസ്യൂസ് ചെയ്യുവാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും കൂടി എൻ്റെ ഓഫീസിലേക്ക് പോയിരിക്കും, ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. എന്നിട്ട് മിസ് ബാങ്കിനടുത്ത് ചോദിക്കും, നമ്മൾ ചെയ്തത് നല്ലതല്ലായിരുന്നോ, എന്താണ് ഇയാളുടെ അഭിപ്രായം? അപ്പോൾ ബാങ്ക് പറയുന്നത് എനിക്കതായിരുന്നു ഇഷ്ടം, അതായിരുന്നപ്പോൾ എല്ലാവരുടെ മുഖം കാണാം, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിക്കായിരുന്നു, ഇത് പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല എന്ന് പറയും. ഇവരെല്ലാം കൂടി അവിടെ നിന്ന് ഒന്നും പറയില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കുട്ടി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇതിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് ദേഷ്യത്തിലാണ് സാങ്കിൻ അകത്തേക്ക് കയറി പോകുന്നത്. ഇവക്ക് പക്ഷെ അവൻ കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്തത് നല്ലതല്ലായിരുന്നോ എന്ന് ചോദിച്ചു, നമ്മൾ എന്ന് പറഞ്ഞു എന്നൊക്കെ ആലോചിച്ച് തന്നെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. അയച്ച കോൺട്രാക്റ്റിന് ബോറ ഇതുവരെ മറുപടി അയച്ചിട്ടില്ല. അപ്പൊ സാങ്സൺ ചോദിക്കും, എന്താണ് ഇതുവരെ മെയിലൊന്നും നോക്കിയിട്ടില്ല, അതിന് റിപ്ലൈ അയച്ചിട്ടില്ല, ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇനി വേറെ ആർക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമോ, അതുകൊണ്ടായിരിക്കും നമ്മളെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുവാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ സൂഹിന് കാര്യം അറിയാം, പക്ഷെ പറയാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയല്ല, കുറച്ച് ദിവസം കൂടി സമയം കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കിനും അവരുടെ ഫാഷൻ മാഗസിന്റെ ഇവന്റിന്റെ ഇൻവിറ്റേഷൻ സാങ്ജിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എക്സ് വൈഫ് അയച്ചെന്നാണ് സാങ്ജിൻ വിചാരിക്കുന്നത്. അപ്പൊ അതാണ്ട് ഈ ഇവന്റിൽ മെയിൻ ആയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന ഗസ്റ്റ് ബോറയാണ്. നമ്മൾ ഇന്നാണ് വൈകിട്ട് ആണ് ഇവന്റ് നടക്കുന്നത്, നമ്മൾ അവിടേക്ക് പോകുന്നു, സംസാരിക്കുന്നു, കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുന്നു, കൂടുതലൊന്നും ആലോചിക്കേണ്ട, എൻ്റെ കൂടെ വരാനായിട്ട് പറഞ്ഞിട്ട് സോഹുവിനെ വിളിച്ചുകൊണ്ട് പോകും. ആകെ വിഷമിച്ചാണ് ബോറ ഇരിക്കുന്നത്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാനായിട്ട് പറ്റത്തില്ല. അന്നേരത്തേക്കും സൂചനും സ്റ്റാഫും അവിടേക്ക് വരും. എന്നിട്ട് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കെയൊക്കെ കൊടുക്കും. ഇവർക്ക് ഒന്നും തിരുത്താനായിട്ട് പറ്റുന്നില്ല, യൂജിങ്ങിനും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പ്രശസ്തമായ ടെക്സ്റ്റൈൽ ബ്രാൻഡ് ഇവളെ മോഡലാക്കാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് ഫാഷൻ മാഗസീൻ ആണല്ലോ, അപ്പം നമ്മുടെ ഇതിൽ ഒരു കോളം എഴുതുന്നു, ചീഫ് ഗസ്റ്റ് ആണെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അവൻ മോഡലാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എത്രയൊക്കെ ഡ്രസ്സ് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വെഡിങ് ഡ്രസ്സും അവർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണെന്ന് പറയും. ഇവക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവും. തിരുത്താനൊന്നും പോകത്തില്ല, അവൾ ഇതെല്ലാം കേട്ട് ചിരിച്ച് സമ്മതിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും. സാങ്ജിനും സുഹുക്കും അവിടെ വരും. സാങ്കിനാണെങ്കിൽ ആരെ കണ്ടാലും ഫ്ലോട്ട് ചെയ്യാനായിട്ട് പോകും. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഹുക്ക് പതുക്കെ പുറകിലേക്ക് നോക്കാനായിട്ട് പറയും. നോക്കുന്നുണ്ടെ എക്സ് വൈഫ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സൂര്യൻ ചിരിച്ചോണ്ട് വന്നിട്ട് സുഹു ആണോ എന്ന് ചോദിക്കും. സാങ്കിൻ ഇങ്ങനെ നോക്കുന്നുണ്ടെ ചിരിച്ചോണ്ട് സന്തോഷത്തോടെ എന്നോട് വർത്തമാനം പറയണം, കാരണം നമ്മൾ ഡിവോഴ്സിന് ശേഷം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്, എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. സാങ്കിൻ ചുറ്റും നോക്കുമ്പോൾ ഒത്തിരി പേര് ഇവരിങ്ങനെ വാച്ച് ചെയ്യുകയാണ്. അപ്പോൾ സാങ്കിൻ ചിരിച്ചോണ്ട് അസുഖമായിട്ടിരിക്കുന്നു, ഡ്രസ്സൊക്കെ കൊള്ളാം, ഇന്ന് നന്നായിട്ടുണ്ട് കാണാൻ എന്ന് പറയുമ്പോൾ കൂടുതൽ കോംപ്ലിമെന്റ്സ് ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് പറയും, ഇൻവിറ്റേഷൻ അയച്ചത് ഞാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയത്, യൂജങ്ങാണ് ഇവർക്ക് ഇൻവിറ്റേഷൻ അയച്ചു കൊടുക്കുന്നത്. അന്നേരത്തേക്ക് അവിടെ അനൗൺസ്മെന്റ് വരും. ബോറെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെന്റ് ആണ്. വലിയ ബിൽഡപ്പ് ഒക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. കൊറിയയിലെ ആദ്യത്തെ ഡേറ്റിംഗ് കോച്ചാണ്, സക്സസ്ഫുൾ ആണ് സ്വന്തം റിലേഷൻഷിപ്പിൽ, നമുക്ക് ഒരുപാട് ടിപ്സ് തരാനായിട്ട് വന്നതാണ്. ഇവിടെ വന്നേക്കുന്ന എല്ലാവർക്കും ബോറെ കാണാനും ബോറെ പറയുന്നത് കേൾക്കാനും ഉള്ളൊരു ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂജങ്ങും അവരുടെ കമ്പനിയിലുള്ള എല്ലാവരും അവളെ പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ചിയർ ചെയ്താണ് വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ കൂടെ സാങ്കിനും സുഹുക്കും ഉണ്ട്. ഇവരും അവൾ എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ കേൾക്കാനുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കിനും ബോറ ആണെങ്കിൽ ജുവാനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കുന്നുണ്ട്, അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന കുറേ കുപ്പി വൈൻ ഇവള് ആ ടെൻഷനിൽ കുടിച്ചു തീർക്കും. എന്നിട്ടാണ് താഴേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ബോധമില്ല, അവിടെ വന്നു നിന്നിട്ട് എന്ത് പറയണം എന്ന് അവൾക്ക് അറിയത്തില്ല. കുറച്ചു നേരം അവൾ അവളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മിണ്ടാതെ നിൽക്കും. ഇപ്പൊ ഇവളെന്താ മിണ്ടാതെ നിൽക്കുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവള് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എല്ലാ പെൺകുട്ടികളെയും ആക്ഷേപിക്കുന്ന രീതിയിലാണ്. എല്ലാവരും ഒരു ഡയമണ്ട് റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അതാവുമ്പോൾ അവരുടെ ലൈഫ് സെക്യൂർ ആവും, വേറെ ഒന്നിനെ കുറിച്ച് അവർക്ക് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പോഴത്തേക്കും എല്ലാവരും മുറുമുറുപ്പ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇവള് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നത് കാണും. ഞാൻ ഇങ്ങനെ പറയുന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്, പിന്നെ എന്താണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? അതിന് ആണുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവരെ ഡോഗ് ട്രെയിനേഴ്സ് ഉന്നെ ഉപയോഗിച്ചാൽ പോലും അവരെ നേരെയാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് കൈവച്ചിട്ട് ആക്ഷനൊക്കെ കാണിച്ച് ആകെ കുളമാവും. അങ്ങനെ ആൾക്കാരെല്ലാം വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഓരോന്നൊക്കെ എടുത്ത് എറിയാനായിട്ട് തുടങ്ങും. അങ്ങനെ അവിടെ ആകെ ബഹളമാകുമ്പോഴത്തേക്കിനും ഇവരുടെ ചീഫ് എഡിറ്റർ ആണെങ്കിൽ
മൈക്ക് നിർത്ത്, മൈക്ക് ഓഫ് ചെയ്യ്, എല്ലാവരും കേൾക്കും എന്നുള്ള രീതിക്ക് പറയും. അങ്ങനെ മ്യൂസിക് ഒക്കെ ഭയങ്കര സൗണ്ടിലിട്ട് ഇവളുടെ മൈക്ക് ഓഫ് ചെയ്ത് അവൾ പിന്നീട് പറയുന്നതൊന്നും ആർക്കും കേൾക്കാൻ പറ്റാത്ത രീതിയിലാക്കും. ഇവൾ ആ ബഹളത്തിനിടയ്ക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടുത്തെ സ്റ്റെപ്പിൽ തട്ടി താഴേക്ക് വീഴും. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് താഴെ വീണു. അങ്ങനെ നാണം കെടും. അപ്പൊ താഴെ വീണ് കിടക്കുമ്പോഴത്തേക്കും അവൾ വിചാരിക്കുന്ന ആരെങ്കിലും വന്ന് എന്നെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നാണ്. അപ്പോഴത്തേക്കും സുഹു ഓടി വന്നിട്ട് അവളെ കവർ ചെയ്ത് എടുത്തോണ്ട് പോകും. നേരെ ബാക്ക് ഡോറിൽ കൂടിയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കും താഴെ നിർത്താനായിട്ട് അവൾ പറയും. നോക്കുമ്പോഴത്തേക്കും ഇവിടെ സങ്കടം കാരണം കരയുവാണ്. നാണക്കേടും എല്ലാം ആയല്ലോ. അപ്പൊ ഇവനാണെങ്കിൽ ആ കോട്ട് ഇട്ട് കൊടുത്തിട്ട് കയ്യിലൊരു കർച്ചീഫും വെച്ച് കൊടുക്കും. അപ്പൊ ഇവളാണെങ്കിൽ എന്റെ പുറകെ വരരുതെന്ന് പറയും. ഷൂ ഒക്കെ ഊരിയിട്ടിട്ടാണ് നടന്നു പോകുന്നത്. കാരണം അവൾക്ക് ബോധവും ഇല്ല, ഈ നാണക്കേടുമായി. അവൻ ആ ഷൂ എടുത്ത് പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് യൂജിങ്ങിന്റെ കോള് വരുന്നത്. അപ്പം എവിടെയാണ് നിൽക്കുന്നത്, ബോറ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവൻ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ സ്പോൺസേഴ്സും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന കമ്പനീസിൽ നിന്നും എല്ലാം കംപ്ലൈൻസ് ആണ്. അവിടെ കമ്പനിയിലാകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അവരുടെ ഇത്രയും പ്രശസ്തമായ മാഗസീനിൽ ഒരു കോളം എഴുതുന്ന ഇത്രയും പ്രശസ്തയായ ഒരു ഡേറ്റിംഗ് കോച്ച് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി ആ ഈവെന്റിൽ, അവരെ കുടിച്ചിട്ടുണ്ടായിരുന്നോ, ഡ്രഗ്സ് വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഒരുപാട് കോൾസ് വരുന്നത്. അപ്പൊ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ എല്ലാവർക്കും കൂടെ പറ്റുന്നില്ല. അവര് കോൾസ് എടുത്ത് മടുത്തു. അപ്പൊ സൂചിൻ വന്നിട്ട് ചോദിക്കും, എന്താണ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും അറിയാം. ഉടനെ തന്നെ ഒരുപാട് ക്യാൻസലേഷൻ ഒക്കെ വരും. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ അവർ ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് സൂചിൻ ചോദിക്കുമ്പോഴത്തേക്കിന് എല്ലാവരും കൂടി യൂജങ്ങിനെ നോക്കും. യൂജങ് ചോദിക്കും, എന്തിനാണ് എല്ലാവരും എന്നെ നോക്കുന്നത്, എനിക്കിങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പൊ അറിയണമല്ലോ എന്ന് പറയും. അപ്പൊ ഞങ്ങൾ അത്രയും ക്ലോസ് ഒന്നും അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യൂജങ് പിടിച്ചു നിൽക്കാനായിട്ട് നോക്കും. സംഭവം വൈറലാവും, ജുവാനും കാണും. അവനെ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് ഉടനെ തന്നെ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ബോറയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഈ ആൾ ഇവിടെ വന്നാൽ നമ്മുടെ കമ്പനിക്കകത്ത് കയറ്റരുതെന്നാണ്. അങ്ങനെ സെക്യൂരിറ്റി അവിടെ ടൈറ്റ് ആക്കും. സൂഹുക്കിന്റെ സാങ്കിന്റെ കമ്പനിയിൽ സിറ്റുവേഷൻ വേറെയാണ്. അവർക്കിത് കാണുമ്പോഴത്തേക്കും ബോറയെടുത്ത് സങ്കടം തോന്നും. പിന്നെ അവരെ സംബന്ധിച്ച് അവരുടെ വൈസ് പ്രസിഡന്റ് ഒരു ഹീറോ ആയി, ഡിസ്ട്രസ്സിലുള്ള ഒരാളെ സഹായിച്ച ആളാണ്. അപ്പൊ വരുമ്പോഴത്തേക്കിനും വലിയ സ്വീകരണമൊക്കെയാണ് അവർ കൊടുക്കുന്നത്. സുഹൂക്കാണെങ്കിൽ ഇതൊന്നും വലിയ സംഭവമല്ല എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറിപ്പോകും. ഒത്തിരി ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. സുഹൂക്കും സാങ്കിയും കൂടി അതെല്ലാം കൂടെ നോക്കും. അപ്പൊ എല്ലാത്തിനും താഴെ കമന്റ്സ് ഒക്കെ ഒരുപാട് ഹെയ്റ്റ് കമന്റ്സ് ആണ്. ഒറ്റ ദിവസം കൊണ്ടാണ് അവളോടുള്ള ആളുകളുടെ ഇഷ്ടം ദേഷ്യമായിട്ട് മാറിയേക്കുന്നത്. അപ്പൊ ഇത്രയും ഹെയ്റ്റ് ഒക്കെ വരാനും മാത്രം എന്ത് തെറ്റാണ് ബോറ ചെയ്തതെന്ന് സുഹൂക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ സാങ്കി പറയും, സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറയും. എന്നിട്ട് സാങ്കിന് ഇങ്ങനെ അവനെ നോക്കി ചോദിക്കും, അല്ല നീ എന്തിനാണ് ഇന്നലെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഓടിപ്പോയതെന്ന് ചോദിക്കും. പിന്നെ ഒരു പെൺകുട്ടി ബോധം കെട്ട് വീഴുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടേ. അതിന് ബോധം കെട്ട് വീണതല്ലേ, വീണതല്ലേ. അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോഴത്തേക്കിനും നമ്മളത് കണ്ടില്ല എന്ന് വേണം നടിക്കാൻ, അല്ലെങ്കിൽ അത് അവർക്ക് എംബാരസിങ് ആയിരിക്കും എന്ന് പറയും. അപ്പൊ സുഹൂക്ക് അത് ശ്രദ്ധിക്കാതെ സാങ്കിന്റെ അടുത്ത് ചോദിക്കും, ഇനിയിപ്പോ ബുക്കിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടേ. ഈ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോ തിരിച്ചു വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം, അത് എങ്ങനെ പോകുന്നു, ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് സൈൻ ചെയ്താൽ മതി. തൽക്കാലം ബോറ വിളിക്കുവാണെങ്കിൽ ഫോണൊന്നും അറ്റൻഡ് ചെയ്യണ്ട. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോ നീ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ അതൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ആവുമല്ലോ, അതുകൊണ്ട് അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സൂഹുവിന് ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് പോകും. ഇത് ഇത്രയും വലിയ പ്രശ്നമാവും, വിവാദമാവുമെന്ന് ബോറയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബോമയാണെങ്കിലും മെനക്കെട്ടിരുന്ന എല്ലാ ഹെയ്റ്റ് കമന്റ്സും ഡിസ്ലൈക്ക് ചെയ്യുവാണ്. അന്നേരമാണ് യൂജിങ് അവിടേക്ക് വരുന്നത്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്കറിയത്തില്ല, റൂമിൽ നിന്ന് പുറത്തേക്കേ വരുന്നില്ല എന്ന് ബോമി പറഞ്ഞു കൊടുക്കും. ഇപ്പൊ നല്ല ബോധം വന്നിട്ടുണ്ടോ, ഇന്നലെ നിന്നെ അങ്ങനെയൊന്നും പറയാനായിട്ട് ഞാൻ സമ്മതിക്കരുതായിരുന്നു, അന്നേരം തന്നെ സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യൂജങ് ഇങ്ങനെ പറയും, അവളുടെയും കൂടെ ഫോൾട്ട് ആണെന്നുള്ള രീതിക്ക്. അന്നേരമാണ് പെട്ടെന്ന് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ജുവാന്റെ കമ്പനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്നത്. അപ്പൊ ജുവാൻ വിളിച്ചോന്ന് ചോദിക്കും, ഇല്ല എന്താണെന്ന് ബോറ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവര് നോക്കുന്നുണ്ട്, കമ്പനിയുടെ വക ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയേക്കാണ്. അവരുടെ റെസ്റ്റോറന്റ് ചെയിനിന്റെ മോഡലായിരുന്നു ബോറ. അപ്പൊ ഇന്നത്തെ ഇൻസിഡന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്ന രീതിയിൽ ഞങ്ങളുടെ റെസ്റ്റോറന്റ് ചെയിനിന്റെ മോഡൽ എന്ന നിലയിൽ നിന്നും ബോറയെ ടെർമിനേറ്റ് ചെയ്തേക്കുകയാണ്. ഞങ്ങൾ കോൺട്രാക്ട് ഇന്ന് മുതൽ എൻഡ് ചെയ്യുകയാണ്. ഒരു മോഡൽ എന്ന നിലയിൽ ഉള്ള ബന്ധം മാത്രമേ ഈ കമ്പനിക്ക് ബോറയായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിലാണ് അവർ പ്രസ്താവന ഇറക്കുന്നത്. അപ്പം ഇവളെ ഡിസോൺ ചെയ്യുവാണ്. ഇവളെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജുവാൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുകയും ചെയ്തത്. അതും കൂടെ കാണുമ്പോഴത്തേക്കിനും യൂജങ്ങിന് ദേഷ്യമാണ്. പക്ഷെ ബോറയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബോറ ചോദിക്കും, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോഴത്തേക്കിനും കൂടുതൽ ആലോചിച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ഉടനെ തന്നെ ഒരു അപ്പോളജി പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നമ്മളത് ചെയ്യേണ്ടി വരുമെന്ന് യൂജങ് പറയും. അപ്പോൾ ബോറ ചോദിക്കും, ഞാൻ എന്താണ് പറയേണ്ടത്, എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ കളഞ്ഞിട്ട് പോയി, ഞാൻ ബ്രേക്കപ്പിന്റെ സങ്കടത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയണമെന്ന് ചോദിക്കുമ്പോൾ യൂജങ് പറയും, അതാണല്ലോ സത്യം, അതുകൊണ്ട് അങ്ങനെ തന്നെ പറ, അത്യാവശ്യമായിട്ട് അങ്ങനെ തന്നെ നീ പോസ്റ്റ് ചെയ്യണം. ഒന്നും അല്ലെങ്കിൽ ആളുകൾക്ക് നിന്നോട് സിമ്പതിയെങ്കിലും തോന്നും, വേറെ ഒന്നും നീ ആലോചിക്കണ്ട, നിന്നെക്കുറിച്ച് മാത്രം ഇപ്പൊ ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ ബോറ ആണെങ്കിൽ ഹാൻഡ് റിട്ടൺ അപ്പോളജിയാണ് എഴുതുന്നത്. നിങ്ങൾ വിചാരിച്ച കൂട്ടല്ല, ഞാൻ ഡേറ്റിംഗ് കോച്ചായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ
ലൈഫിൽ എൻ്റെ സ്വന്തം കാര്യത്തിൽ ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ നല്ലൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ആ ഇവന്റ് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിക്കാണ് ഇവൾ എഴുതുന്നത്. പക്ഷേ അന്നേരവും ആൾക്കാർ അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അവളുടെ ബോയ്ഫ്രണ്ട് രക്ഷപ്പെട്ടു, അവൻ ഡേറ്റിംഗ് കോച്ചൊക്കെ ആണെങ്കിലും കാര്യമൊന്നുമില്ലല്ലേ എന്നുള്ള രീതിക്കൊക്കെ കളിയാക്കിയൊക്കെ എല്ലാവരും എഴുതും. ഭൂമി പതിവ് പോലെ ഇങ്ങനെയുള്ള ഹെയ്റ്റ് കമന്റ്സിനെല്ലാം കുത്തിയിരുന്ന് ഡിസ്ലൈക്ക് കൊടുക്കുവാണ്. ഇപ്പോൾ ഒരാളും കൂടി അവൾക്ക് കൂട്ടുണ്ട്, സുഹൂക്കാണ്. എല്ലാത്തിനും അവനും ഇരുന്ന് ഡിസ്ലൈക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആരൊക്കെ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഹെയ്റ്റ് കമന്റ്സിനൊക്കെ ഡിസ്ലൈക്ക് കൊടുക്കുന്നത്? ബോറയുടെ ഫ്രണ്ട്സ് ആണോ എന്ന്. സിറ്റുവേഷൻ അങ്ങനെ ആകെ പ്രശ്നമായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് എല്ലാ ആക്ടിവിറ്റീസും നിർത്തിവെക്കാനായിട്ട് ബോറ തീരുമാനിക്കും. അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം പ്രൈവറ്റ് ആക്കും. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡൗൺഫോൾ ആണ് നമുക്ക് സംഭവിച്ചത്. സുഹൂക്ക് ഇപ്പോഴും യൂറിയുടെ ഫോട്ടോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കിന് അവനെ വഴക്ക് പറയും. ഓൾറെഡി നിങ്ങൾ ബ്രേക്കപ്പ് ആയതാണ്, നീ എന്തിനാണ് അവളെ സ്റ്റോക്ക് ചെയ്യുന്നത്? വേറെ ബോയ് ഫ്രണ്ട് ഒക്കെ കാണുമെന്ന് പറയും. അപ്പം അവനാണെങ്കിൽ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇന്ന് ആദ്യമായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവള് വെച്ച് തന്ന സോങ് ഇന്നും അവരുടെ റേഡിയോ സ്റ്റേഷനിൽ കൂടി ഞാൻ കേട്ടു. അപ്പോൾ അതൊരു സൂചനയല്ലേ, എൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. സാങ്കിൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവനത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നീ മാത്രം ഇങ്ങനെ ചക്കായിട്ടിരിക്കരുത്, അവരൊക്കെ ഓൾറെഡി മൂവ് ഓൺ ചെയ്തു കാണും എന്നൊക്കെ സാങ്കിൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത്ര ഉറപ്പ് അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് സുഹൂക്ക് ചോദിക്കും. അപ്പോൾ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തിട്ട് സാങ്കിൻ കാണിച്ചു കൊടുക്കും. ഇത് കണ്ടോ, നമ്മൾ അന്ന് പോയ കഫേയാണ്, ഇപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിൽ വലിയ ഹിറ്റാണ് ആ കഫേ. പിന്നെ അവളുടെ ഷോൾഡറിൻ്റെ അവിടെ നോക്കിയ ഒരു കൈ കണ്ടില്ലേ, 2-3 വിരൽ കണ്ടില്ലേ, അതൊരു ആൺകുട്ടിയുടെ കൈയാണ്. പിന്നെ അവളുടെ ഫ്രണ്ടിൽ 2 കപ്പുണ്ട്. യൂറിയുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, ആ മേക്കപ്പ് കണ്ടില്ലേ. സ്വാഭാവികമായും അവൾ പോയത് ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കുന്നു. സാങ്കിൻ തെളിവ് സഹിതം ഒരു ഡിറ്റക്റ്റീവിനെ പോലെ സുഹൂക്കിനെല്ലാം കാണിച്ചും പറഞ്ഞും കൊടുക്കും. എന്നിട്ടും ഇവൻ വിശ്വസിക്കത്തില്ല. ഇതൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും അറിയാതെ യൂറിയുടെ നമ്പറിലേക്ക് കോള് പോകും. അപ്പോൾ യൂറി കോൾ അറ്റൻഡ് ചെയ്യും. സാങ്കിനാണെന്ന് യൂറിക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇവൻ പറയുന്നത്, എനിക്ക് ഒരുപാട് പേരെ യൂറിന്റെ പേരിൽ അറിയാമല്ലോ, ഞാൻ വേറൊരാളെ വിളിക്കാനായിട്ട് നോക്കിയതാണ്, അറിയാതെ ഡയൽ ചെയ്ത് പോയതാണെന്ന് പറയും. അപ്പോഴത്തേക്കിനും യൂറിക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു, നന്നായിട്ട് പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിച്ചിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും സാങ്കിൻ പറഞ്ഞ ഒന്നും കേൾക്കാതെ സുഹൂക്ക് ടാക്സി വിളിച്ച് യൂറിയുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ അവളെ കാണാം എന്നുള്ള രീതിക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവളെ ഫോൺ ചെയ്യാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും അവള് വീണ്ടും അവിടെ വന്ന് നിൽക്കുന്നതാണ്. നോക്കുമ്പോൾ വേറൊരു പയ്യനെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാങ്കിൻ പറഞ്ഞത് ശരിയാണ്, ഓൾറെഡി അവൾക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അവന് മനസ്സിലാവും. അമ്മ ഭൂമിയെ വിളിച്ച് ചോദിക്കും ബോറ എങ്ങനെ ഇരിക്കുന്നു, കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ശരിയായി വരുന്നു, എന്നെങ്കിലും അമ്മ ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് ഭൂമി പറയും. ഉടനെ പക്ഷെ അമ്മ ചോദിക്കുന്നത്, ഇത്രയൊക്കെ നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് അവൾക്ക് എങ്ങനെയാണ് കഴിക്കാനായിട്ട് പറ്റുന്നത്? ജുവനെ കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നം, എന്താണ് അവർക്കിടയിൽ പറ്റിയത്, ജുവനെ പോലെ വേറെ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ബോറ റൂമിൽ നിന്ന് ഇറങ്ങി വരും. അന്നേരം തന്നെ ഭൂമി കോൾ കട്ട് ചെയ്യും. എവിടോട്ട് പോകാൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ വെറുതെ കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങുകയാണ്, കുറേ ദിവസം ആയില്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ടെന്ന് ബോറ പറയും. അപ്പം ഞാനും കൂടി വരണമെന്ന് ഭൂമി ചോദിക്കുമ്പോൾ, സാരമില്ല, നീ വിഷമിക്കേണ്ട, എന്നെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ബോറ പറയും. അപ്പോൾ റോഡിലിറങ്ങുമ്പോൾ സൂക്ഷിച്ചു പോകണം, ഇവൾ എന്തായാലും നേരായിട്ടില്ല എന്ന് ഭൂമിക്ക് അറിയാം. ഒരുപാട് ലേറ്റ് ആകരുത് തിരിച്ചു വരാനെന്നും പറഞ്ഞാണ് വിടുന്നത്. ഓരോ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോകും. അപ്പോൾ ഒന്നിനും ഒരു മാറ്റവും സംഭവിച്ചില്ല. അവളുടെ ലൈഫിൽ മാത്രം അവൾക്ക് മാത്രമാണ് മാറ്റം സംഭവിച്ചതെന്ന് അവൾ തിരിച്ചറിയും. ബസ്സിൽ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ കരയും. സുഹൂക്കും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും. യൂറി ആദ്യമായിട്ട് അവന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് വിളിച്ച് പറയുന്നുണ്ട്, അതിന്റെ ലിറിക്സ് ശ്രദ്ധിക്കണം, അത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്തതാണെന്നൊക്കെ പറയുന്നതും ഇവൻ റേഡിയോ സ്റ്റേഷനിൽ ചെന്നിട്ട് അവളെ പിക്കപ്പ് ചെയ്യാനായിട്ട് ചെല്ലുന്നതും ഒക്കെ ഓർത്തിട്ട് അവനും കരയും. സിഗ്നലിൽ കിടക്കുമ്പോൾ ആരോ ഉറച്ചു കരയുന്ന സൗണ്ട് കേട്ടിട്ട് സുഹൂക്ക് നോക്കുന്നുണ്ടേ നേരെ ഒരു ബസ് കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് നിന്ന് ബോറ ബസ്സിൽ നിന്ന് വെളിയിലേക്ക് നോക്കി ഒച്ചത്തിൽ കരയുവാണ്. പുറത്താരും ഇല്ലെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ കരയുന്നതെന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ ബോറയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും.